ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്ററിലെ ദ ഇന്ത്യ എക്കണോമി എന്ന് പറയുന്ന പാർട്ട് മുതൽ ബാക്കിയുള്ള പാർട്ടിലേക്കാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് അത് മെയിനായിട്ടും യൂറോപ്പിലാണ് ഫൈറ്റ് ചെയ്തതെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഹാർംഫുൾ എഫക്റ്റ് മാറ്റിമറിക്കാൻ ഒരു 30 വർഷം കൂടി എടുത്തു. അതിനിടയ്ക്ക് വീണ്ടും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും എക്കണോമിക് പ്രശ്നങ്ങളും അതുപോലെ തന്നെ വേറെ കാറ്റാസ്ട്രോഫിക്കായ വാറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വാർ ടൈം ട്രാൻസ്ഫോർമേഷൻ. ദ ഫസ്റ്റ് വേൾഡ് വാർ, as you know, was fought between two power blocks. On the one side were allies, Britain, France and Russia, later joined by US. And on the opposite side were the Central Powers, Germany, Austria-Hungary and Ottoman Turkey. When the war began in August 1914, many governments thought it would be over by Christmas. It lasted more than 4 years. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ? പ്രധാനമായിട്ട് 2 പവർ ബ്ലോക്ക് തമ്മിലാണ് യുദ്ധം ചെയ്തത്. ആദ്യത്തെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും, പിന്നീട് US ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് സെൻട്രൽ പവേഴ്സ് എന്ന് പറയുന്നത് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഓട്ടോമൻ ടർക്കി. അപ്പോൾ ഇത് ഓഗസ്റ്റ് 1914 തുടങ്ങുന്നതെങ്കിലും മിക്ക രാജ്യങ്ങളും വിചാരിച്ചത് എന്താണ് ക്രിസ്മസോടുകൂടി കഴിയുമെന്നാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. 4 വർഷങ്ങൾ ഈ യുദ്ധം നീണ്ടു നിന്നു. The First World War was a war like no other before. The fighting involved the world's leading industrial nations, which now harnessed the vast powers of modern industry to inflict the greatest possible destruction on their enemies. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ മറ്റുള്ള യുദ്ധങ്ങളൊക്കെ ആയിട്ടില്ലായിരുന്നു. വേൾഡിലെ ഏറ്റവും ലീഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ നേഷൻസ് തമ്മിലായിരുന്നു ഈ പവറിന് വേണ്ടിയൊക്കെയുള്ള വാർ. അപ്പോൾ ഇത് വളരെ ഡിസ്ട്രക്ഷന് കാരണമാക്കി. This war was thus the first modern industrial war. It saw the use of machine guns, tanks, aircrafts, chemical powers, etc. on a massive scale. These were all increasingly products of modern large-scale industry. To fight the war, millions of soldiers had to be recruited from around the world and moved to the front line on large ships and trains. The scale of death and destruction, 9 million dead and 20 million injured, was unthinkable before the industrial age without the use of industrial arms. അപ്പോൾ എങ്ങനെയാണ്? ഇതാണ് ഫസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രിയൽ വാർ എന്നാണെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിനകത്ത് ഒരുപാട് മെഷീൻ ഗൺസും ടാങ്ക്സും എയർക്രാഫ്റ്റ്സും കെമിക്കൽ വെപ്പൺസും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് ആവശ്യമായ സൈനികരെ ഒരുപാട് വിവിധമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഒരു ഡെത്ത് ഇഞ്ചുറി കണക്കെടുക്കുകയാണെങ്കിൽ 9 മില്യൺ ഡെഡായി 20 മില്യൺ ഇഞ്ചേർഡ് ആയിട്ടുണ്ട് ഈ സോൾജേഴ്സിൽ. അപ്പോൾ ഇതൊക്കെ അൺതിങ്കബിളാണ്. ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്രയും ഇൻഡസ്ട്രിയൽ വെപ്പൺസ് യൂസ് ചെയ്ത് ഇത്രയും ഡിസ്ട്രക്ഷൻ ഉണ്ടാവാൻ കാരണമായത്. Most of the killed and maimed were men of working age. These deaths and injured reduced the able-bodied workforce in Europe. With fewer number within the family, the household incomes declined after war. അപ്പോൾ ഈ മരണപ്പെട്ടതിൽ കൂടുതൽ പേര് ഈ വർക്കിംഗ് ഏജിലുള്ള മെൻസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം എന്താണ്, ഈ ഫാമിലീസിലേക്ക് ഇൻകമൊക്കെ കുറഞ്ഞു. യൂറോപ്പിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ല രീതിയിൽ തകരാൻ തുടങ്ങി. During the war, industries were restructured to produce war-related goods. Entire societies were also reorganized for war. As men went to battle, women stepped in to undertake jobs that earlier only men were expected to do. അപ്പം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ ഇൻഡസ്ട്രീസ് ഒക്കെ റീസ്ട്രക്ചർ ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മെൻസ് പോയപ്പോൾ ഈ ജോലി എടുക്കാനായാലും പിന്നെ വിമൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവരെ വിമൻസ് ചെയ്യാതിരുന്ന ജോലികളൊക്കെ വിമൻസ് ചെയ്യാൻ തുടങ്ങി. The war led to snapping of economic links between some of the world's largest economic powers, which were now fighting each other to pay for them. So Britain borrowed large sums of money from US banks as well as the US public. Thus the war transferred the US from being an international debtor to an international creditor. In other words, at the war's end, the US and its citizens owned more overseas assets than foreign governments and citizens owned in the US. അപ്പോൾ അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വാറ് കാരണം ഈ പൈസയൊക്കെ എടുക്കാൻ തുടങ്ങി, കടം എടുക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടൻ എന്ത് ചെയ്തു, ഒരുപാട് എമൗണ്ട് ഈ US ബാങ്കിൽ നിന്നൊക്കെ അല്ലെങ്കിൽ US പബ്ലിക്കിൽ നിന്നൊക്കെ കടം എടുക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ, അതായത് ഈ വാർ കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ ഡെപ്റ്റർ ആയിരുന്ന US ഇൻ്റർനാഷണൽ ക്രെഡിറ്ററായിട്ട് മാറി. അങ്ങനെ ഈ USൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ ഉയരാൻ തുടങ്ങി. പോസ്റ്റ് വാർ എക്കണോമിക് റിക്കവറി proved difficult. Britain, which was the world's largest leading economy in the pre-war period, in particular faced a prolonged crisis. While Britain was preoccupied with war, industries had developed in India and Japan. After the war, Britain found it difficult to recapture its earlier position of dominance in the Indian market and to compete with
Japan internationally. Moreover, to finance war expenditures, Britain have borrowed liberally from the euros. This meant that at the end of the war, Britain was burdened with huge external debts. അങ്ങനെ ഈ പോസ്റ്റ് വാർ പീരീഡിലെ എക്കണോമിക് റിക്കവറി വളരെ ഡിഫിക്കൽട്ടായി മാറിക്കൊണ്ടിരുന്നു. കാരണം പ്രത്യേകിച്ച് ബ്രിട്ടൻ അന്നത്തെ ഏറ്റവും ലീഡിങ് എക്കണോമിക് സ്ട്രെങ്ത് ആയിരുന്നു പ്രീ വാർ പീരീഡിലെ. അപ്പോൾ ഈ വാർ പീരീഡിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ബ്രിട്ടൻ്റെ ശ്രദ്ധ മൊത്തം ഈ വാറിലേക്കായത് വഴി ഇന്ത്യയിലും ജപ്പാനിലുമൊക്കെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടായി. പിന്നീട് ഒരിക്കലും ഇന്ത്യയിൽ അതേപോലെ മുമ്പത്തെ പോലെ മാർക്കറ്റ് പിടിച്ചു വയ്ക്കാൻ ബ്രിട്ടന് കഴിഞ്ഞില്ല. ജപ്പാൻ ഒരു ആഗോള ത്രെട്ടായിട്ട് മാറി. എന്ന് വെച്ചാൽ ഈ ജപ്പാനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെയായി ബ്രിട്ടന്. അതിന് പുറമെയാണ് ഈ US നിന്നൊക്കെ കടമെടുത്തത്. ഈ കടമെടുത്തത് തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിൽ ബ്രിട്ടനായി. The war have led to an economic boom, that is, to a large increase in demand, production and employment. When the war boom ended, production contracted and unemployment increased. At the same time, the government reduced bloated war expenditures to bring them into line with peacetime revenues. This development led to huge job losses. In 1921, 1 in every 5 British workers was out of work. Indeed, anxiety and uncertainty about work became an enduring part of the post-war scenario. എങ്ങനെയാണ് അപ്പോൾ ഈ യുദ്ധം എന്താണ്? ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചു. കാരണം ഒരു ഡിമാൻഡിനോ പ്രൊഡക്ഷനോ എംപ്ലോയ്മെൻറ്റിനോ ഒരു ലാർജ് ഇൻക്രീസ് ഒന്നും ഉണ്ടായില്ല. ലാർജ് ഇൻക്രീസ് ഉണ്ടായി. ആ സമയത്ത് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. അപ്പോൾ കണക്കുകൾ പ്രകാരം 1921 ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. 5 ബ്രിട്ടീഷ് വർക്കേഴ്സ് ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന രീതിയിലായി കണക്ക്. അങ്ങനെ ബ്രിട്ടനിൽ തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമാകാൻ തുടങ്ങി. Many agricultural economies were also in crisis. Consider the case of wheat producers. Before the war, Eastern Europe was a major supplier of wheat in the world market. When this supply was disrupted during the war, wheat production in Canada, America and Australia expanded dramatically. At once the war was over, production in Eastern Europe revived and created a glut in wheat output. Grain prices fell, rural income declined and farmers fell deeper into debt. അങ്ങനെ ഇത് എന്താണ് അഗ്രികൾച്ചറിൽ ബാധിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റേൺ യൂറോപ്പ് എന്നാണ് ഈ ലോകത്തിന് മുഴുവൻ വീറ്റ് സപ്ലയറായിട്ട് മാറിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് ഈ വീറ്റ് സപ്ലൈ അല്ലെങ്കിൽ വീറ്റ് പ്രൊഡക്ഷൻ അങ്ങനെയൊന്നും നടന്നില്ല. അങ്ങനെ കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയയൊക്കെ നല്ല രീതിയിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വന്ന ഈസ്റ്റേൺ യൂറോപ്പിന് എന്ത് സഹിക്കാൻ പറ്റിയില്ല. ഈ എല്ലാം കൂടെ വീറ്റൊക്കെ എല്ലാം കൂടെ വന്നപ്പോൾ ആ പ്രൈസ് ഫാളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല. ഫാർമേഴ്സ് വീണ്ടും ഡെപ്റ്റിലേക്കായി. Rise of mass production and consumption. In the US, recovery was quicker. We have already seen how the war helped boost the US economy. After a short period of economic trouble in the year after the war, the US economy resumed in strong growth in the early 1920s. One important feature of the US economy of the 1920s was mass production. The move towards mass production had begun in the late 19th century, but in the 1920s, it became a characteristic feature of industrial production in US. A well-known pioneer of mass production was car manufacturer Henry Ford. He adapted the assembly line of Chicago slaughterhouse, in which slaughtered animals were picked apart by butchers as they come down a conveyor belt to his new car plant in Detroit. He realized that the assembly line method would allow a faster and cheaper way of producing vehicles. The assembly line forced workers to repeat a single task mechanically and continuously, such as fitting a particular part of the car at a pace dictated by a conveyor belt. This was the way of increasing the output per worker by speeding up the price of work. Standing in front of a conveyor belt, no worker could afford to delay the motion, take a break, or even have a friendly word with the workmate. As a result, Henry Ford's car came off the assembly line at the 3 minutes interval, a speed much faster than the achieved by previous methods. The T model Ford was the world's first mass-produced car. അപ്പോൾ എന്താണ് ഈ സമയത്ത് അതായത് US ആദ്യമൊക്കെ US-ന് നല്ല രീതിയിൽ ഇത് സഹായിച്ചു. അല്ലെങ്കിൽ US പെട്ടെന്ന് ഈ വാർ ഡെപ്റ്റ് അല്ലെങ്കിൽ ഈ വാർ പ്രോബ്ലങ്ങളൊക്കെ കവർ ചെയ്ത് വന്നു. കാരണം അറിയാം ഈ US-ന് എക്കണോമിയിൽ നല്ലൊരു ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. അതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായതാണ് മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 1920
മാസ് പ്രൊഡക്ഷൻ US നല്ല രീതിയിൽ കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹെൻറി ഫോർഡിൻ്റെ കാര്യം. അപ്പോൾ ഹെൻറി ഫോർഡ് എന്ത് ചെയ്തു, തൻ്റെ കാറിന് മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയൊരു മെത്തേഡാണ് ഷിക്കാഗോ സ്ലോട്ടർ ഹൗസിലെ ആ മെത്തേഡ്. അതായത് ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ ഓരോ പാർട്ട് ഇങ്ങനെ നിർമ്മിച്ച് വെക്കണം. അങ്ങനെ ഇപ്പോൾ വർക്കേഴ്സിന് ഈ സമയത്ത് ഈ കൺവെയർ ബെൽറ്റിൽ കൂടെ പോകുന്ന സമയത്ത് അവർക്ക് ബ്രേക്ക് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റാതെ വന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൂടി അല്ലെങ്കിൽ വർക്ക് റേറ്റ് കൂടി. അങ്ങനെ ഓരോ 3 മിനിറ്റും ഒരു കാർ എന്ന നിലയിൽ അവർക്ക് മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ലോകത്താദ്യമായിട്ട് മാസ് പ്രൊഡ്യൂസ് ചെയ്ത കാറാണ് ഫോർഡിൻ്റെ T മോഡൽ. At first, workers at the Ford factory were unable to cope with the stress of working on assembly lands in which they could not control the pace of work. So they quit in large numbers. In desperation, Ford doubled the daily wages to $5 in January 1914. At the same time, he banned trade unions from operating in his plants. അപ്പോൾ ആദ്യമൊക്കെ ഈ വർക്കേഴ്സിന് ഈ വർക്ക് റേറ്റുമായിട്ട് ഈ വർക്കിൻ്റെ പേസുമായിട്ട് താരതമ്യപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് പേര് ഈ ജോലി രാജിവെച്ച് പോവുകയാണ്. അങ്ങനെ ഡെസ്പറേറ്റ് ആയ ഫോർഡ് എന്ത് ചെയ്യാണ്, വേജസ് അല്ലെങ്കിൽ ശമ്പളം ഇരട്ടിയാക്കിയാണ്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രേഡ് യൂണിയനൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പ്ലാനിൽ ബാൻ ചെയ്യുന്നുണ്ട്. Henry Ford recovered the high wage by repeatedly speeding up the production line and forcing workers to work ever harder, so much he would soon describe that his decision to double the daily wage as the best cost-cutting decision he had ever made. അപ്പോൾ ഹെൻറി ഫോർഡ് എങ്ങനെയാണ് ആ ഹൈ വേജ് റിക്കവർ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് കൂട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ ഡബിൾ ചെയ്ത ഡിസിഷൻ യഥാർത്ഥത്തിൽ ഒരു കോസ്റ്റ് കട്ടിങ് ഡിസിഷനായിട്ട് മാറി. അല്ലെങ്കിൽ ഇപ്പോൾ ഇരട്ടി സമയം വേണ്ടത് അദ്ദേഹം 3-1 സമയമാക്കി മാറ്റി. അങ്ങനെ അപ്പോൾ ആ പേസൊക്കെ അദ്ദേഹം കൂട്ടിയത് വഴി ഇതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഈ വേജസ് ഡബിൾ ചെയ്തത് മാറി. Ford's industrial practice soon spread in the US. They were also widely copied in Europe in 1920s. Mass production lowered costs and prices of engineered goods thanks to higher wages, where more workers could now afford to purchase durable consumer goods such as cars. Car production in the US rose from 2 million in 1919 to more than 5 million in 1929. Similarly, there was a spurt in the purchase of refrigerators, washing machines, radios, gramophone players, and all through a system of hire purchase on credit rapidly in weekly or monthly installments. The demand for refrigerators, washing machines, etc. was also fueled by a boom in the house construction and house ownership, financed once again by loans. അങ്ങനെ ഫോർഡിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് US മൊത്തം സ്പ്രെഡായി. അതിനുശേഷം യൂറോപ്പിലേക്കും 1920 അത് കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ വഴി ഈ വർക്കേഴ്സിന് കൂടുതൽ ശമ്പളം കിട്ടുന്നത് വഴി അവർക്ക് കുറച്ച് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ കാർ പ്രൊഡക്ഷനൊക്കെ കൂടുന്നുള്ള അല്ലെങ്കിൽ കാർ പർച്ചേസൊക്കെ ഈ വർക്കേഴ്സ് നടത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആവശ്യമായ റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻസ്, റേഡിയോസ്, ഗ്രാമഫോൺ പ്ലേയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ പർച്ചേസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടാൻ കാരണം ഹൗസ് കൺസ്ട്രക്ഷൻ, ഹൗസ് ഓണർഷിപ്പും ഒക്കെ വന്നതോടുകൂടിയാണ്. ഇതും ലോണിലാണ് ഈ ഹൗസ് കൺസ്ട്രക്ഷനൊക്കെ നടത്തി കൊടുക്കുന്നത്. The housing and consumer boom of the 1920s created the basis of prosperity in the US. Large investments in the housing and household goods seemed to create a cycle of higher employment and incomes, rising consumption demand, more investment and yet more employment and incomes. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് വഴി ഈ കൂടുതൽ എംപ്ലോയ്മെൻറ്റും ഇൻകം ഒക്കെ കിട്ടിത്തുടങ്ങി. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, employment ഒക്കെ കൂടുമല്ലോ. In 1923, the US resumed exporting capital to the rest of the world and became the largest overseas lender. US imports and capital exports also boosted European recovery and world trade and income growth over the next 6 years. അപ്പോൾ US എന്ത് ചെയ്ത് മാറി? 1923 US ക്യാപിറ്റലൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാർജസ്റ്റ് ഓവർസീസ് ലെൻഡറായിട്ട് US മാറുന്നുണ്ട്. US ഇമ്പോർട്ടും അതുപോലെ തന്നെ US ക്യാപിറ്റൽ എക്സ്പോർട്ടും ഒക്കെ കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റി, വേൾഡ് ട്രേഡും ഇൻകം ഗ്രോത്തും ഒക്കെ ഉണ്ടായി. All this however proved too good to last. By 1929 the world would be plunged into depression such as it had ever experienced before. അങ്ങനെ ഇത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചിരിക്കാനൊന്നും സമയം കിട്ടില്ല. പക്ഷേ 1929 തന്നെ സാമ്പത്തിക മാന്ദ്യങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി.
The Great Depression. The Great Depression began around 1923 and lasted till the mid-1930s. During this period, most parts of the world experienced catastrophic decline in production, employment, income, and trade. The exact timing and impact of the depression varied across countries, but in general, agricultural regions and communities were the worst affected. This was because a fall in agricultural prices was greater than, more prolonged than that in the prices of industrial goods. അപ്പോൾ ഇത് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ 1929 തുടങ്ങി 30കളുടെ പകുതിയായപ്പോൾ തീർന്നു. അപ്പോൾ ഇത് പല രാജ്യങ്ങളിലും സമയം വ്യത്യസ്തമായിരിക്കും. പിന്നെ ഈ സമയത്ത് കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഡിക്ലൈൻസ് ഉണ്ടായി. പ്രൊഡക്ഷനിലും എംപ്ലോയ്മെൻറ്റിലും ഇൻകത്തിലും ട്രേഡിലും ഒക്കെ ഭയങ്കര ഡിക്രീസ് ഉണ്ടായി. അപ്പോൾ ഇതിന് അല്ലെങ്കിൽ ഈ ഫാള് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത അഗ്രികൾച്ചറിനാണ്. കാരണം അഗ്രികൾച്ചർ പ്രൈസ് ഒരുപാട് താഴുകയും ഇൻഡസ്ട്രിയൽ പ്രൈസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ പ്രൈസിനെ അപേക്ഷിച്ച് അഗ്രികൾച്ചർ പ്രൈസ് കൂടുതൽ താഴ്ന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്. ദ ഡിപ്രഷൻ വാസ് കോസ്ഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഫാക്ടേഴ്സ്. വി ഹാവ് ഓൾറെഡി സീൻ ഹൗ ഫ്രജൈൽ ദ പോസ്റ്റ് വാർ വേൾഡ് എക്കണോമി വാസ്. First, agricultural overproduction remained a problem. This was made worse by falling agriculture prices. As prices slumped and agriculture incomes declined, farmers tried to expand production and bring a large volume of produce to the market to maintain their overall income. This worsened the glut in the market, pushing down prices even further. Farm produce rotted for a lack of buyers. അപ്പോൾ അങ്ങനെയാണ് ഡിപ്രഷന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്താണ്? ഈ പോസ്റ്റ് വാർ എക്കണോമി ആദ്യം മുതലേ മോശമായിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഈ അഗ്രികൾച്ചർ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്തു? പ്രൈസ് കുറഞ്ഞു. അപ്പോൾ ഈ പ്രൈസ് കുറവിന് അവരുടെ ഇൻകം ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്തു? അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വീണ്ടും പ്രൈസ് കുറഞ്ഞു. അവസാനം ഈ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളായി. അവസാനം ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാനും സാധ്യത ഉണ്ടായി. Second, in the mid-1920s, many countries financed their investment through loans from the US. While it was often extremely easy to raise loans in the US when the going was good, US overseas lenders panicked at the first sign of trouble. In the first half of 1928, the overseas loan amounted to over $1 billion. A year later, it was one quarter of the amount. Countries was dependent crucially on US loans, now faced an acute crisis. രണ്ടാമത്തെ കാര്യം 1920കളിലൊക്കെ പല രാജ്യങ്ങളും ഈ US എന്നൊക്കെ ലോൺ എടുത്തിരിക്കുകയാണ്. അങ്ങനെ US ഓവർസീസ് ലെൻഡറായിട്ടൊക്കെ മാറിയ സമയത്ത് ഇവർ പെട്ടെന്ന് തന്നെ US ലെൻഡേഴ്സ് തിരിച്ചറിയാണ് എന്തോ ട്രബിൾ ഉണ്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് 1928 ഫസ്റ്റ് ഹാഫിൽ 1922 ഫസ്റ്റ് ഹാഫിൽ ഏകദേശം $1 ബില്യൺ ഓവർസീസ് ലോൺ എമൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വാർട്ടറായി മാറി. അങ്ങനെ കൺട്രീസ് ചില രാജ്യങ്ങളൊക്കെ US ക്രൂഷ്യലായിട്ട് US ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കൺട്രീസൊക്കെ എന്തായി? ഒരുപാട് വലിയ ക്രൈസിസിലായി. The withdrawal of US loans affected much of the rest of the world, though in different ways. In Europe, it led to the failure of some major banks and the collapse of currencies such as the British pound sterling. In Latin America and elsewhere, it intensified the slump and agriculture and low material prices. The US attempt to protect its economy in the depression by doubling import duties also dealt another severe blow to world trade. അപ്പോൾ ഇങ്ങനെയാണ് US ലോൺസ് ഇങ്ങനെ വിഡ്രോ ചെയ്തത് വഴി യൂറോപ്പിൽ ഈ പല ബാങ്ക്സും കൊളാപ്സ് ചെയ്തു. അതുപോലെ തന്നെ കറൻസീസിനും ഇടിവുണ്ടായി. ബ്രിട്ടീഷ് പൗണ്ട് പോലുള്ള കറൻസീസിന് ഇടിവുണ്ടായി. ലാറ്റിൻ അമേരിക്കയും ഇതുപോലെ തന്നെ ഒരുപാട് സഫറിങ്സ് നേരിട്ടു. അപ്പോൾ തങ്ങളുടെ എക്കണോമി സംരക്ഷിക്കാൻ വേണ്ടി US അറ്റംപ്റ്റ് നടത്തി. എങ്ങനെയാണ്? ഇമ്പോർട്ട് ഡ്യൂട്ടി ഇരട്ടിയാക്കി. അപ്പോൾ അതും വീണ്ടും വേൾഡ് ട്രേഡിന് ഒരുപാട് നാശങ്ങളുണ്ടാക്കി. The US was also the industrial country most severely affected by the depression. With the fall in prices and the prospect of a depression, US bank had also slashed domestic lending and called back loans. Farms could not sell their harvest. Households were ruined and business collapsed. Faced with falling incomes, many households in the US could not repay what they had borrowed and were forced to give up their loans, cars and other consumer durables. The consumers' prosperity of the 1920s now disappeared in a puff of dust. As unemployment soared, people trudged long distance looking for any work they could find. Ultimately, the US banking system itself collapsed. Unable to recover investments, collected loans and repay depositors, thousands of banks went bankrupt and forced to close. The numbers are phenomenal. By 1933, 4,000 banks were collapsed, and between 1929 and 1932,
110,000 കമ്പനീസ് ഹാഡ് കൊളാപ്സ്. അങ്ങനെ US ആണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതം അനുഭവിച്ച ഇൻഡസ്ട്രിയൽ കൺട്രി. കാരണം ഈ പ്രൈസൊക്കെ ഈ ഡിപ്രഷൻ സമയത്ത് ഒരുപാട് കുറയുന്നുണ്ട്. US ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോൺസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫാർമേഴ്സിന് അവരുടെ സാധനങ്ങളൊന്നും വിൽക്കാൻ പറ്റുന്നില്ല, ബിസിനസ് എല്ലാം കൊളാപ്സ്ഡ് ആയി മാറുന്നു. ഇൻകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൗസ് ഹോൾഡിന് വേണ്ടി അല്ലെങ്കിൽ ബോറോ ചെയ്ത കാശ് തിരിച്ചടയ്ക്കാൻ പറ്റാതായ സാധനങ്ങൾ, അതായത് ഹോംസും കാർസും അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾസും എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കൺസ്യൂമർ പ്രോസ്പെരിറ്റി നശിച്ചു പോവുകയാണ്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടെയാണ്. പീപ്പിൾ ഒരുപാട് ദൂരം ഇങ്ങനെ വർക്കിന് വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ US ബാങ്കിങ് സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 1933 4000 ബാങ്കുകൾ അടച്ചുപൂട്ടി. 1929 32 1,16,000 കമ്പനീസ് കൊളാപ്സ്ഡായി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. By 1935, a modest economic recovery was underway in the industrial country, but the Great Depression wider effects on society, politics and international relations and on people's minds paved more enduring. അപ്പോൾ 1935 ആയപ്പോൾ എക്കണോമിക് റിക്കവറിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ കൺട്രീസ്. പക്ഷേ ഇത് പീപ്പിളിൻ്റെ മനസ്സിൽ ഒരുപാട് വലിയ എഫക്റ്റൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. India and the Great Depression. If we look at the impact of the depression on India, we realize how integrated the global economy had become by the early 20th century. The tremors of crisis in one part of the world were quickly related to the other, affecting lives, economy and societies വേൾഡ് വൈഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാവാം ഇതിൻ്റെ ഡിപ്രഷൻ്റെ ഇന്ത്യയിലുള്ള എഫക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് എങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്ത്യയിലെ ഒരു രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡായി വരുന്ന ഒരു കാര്യം 1900 തുടക്കങ്ങളിൽ തന്നെ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. In the 19th century, as you have seen, colonial India had become an exporter of agricultural goods and importer of manufactures. The depression immediately affected Indian trade. Indian exports and imports nearly half between 1928 and 34. As international prices crashed, prices in India also plunged. Between 1928 and 34, wheat prices in India fell by 50%. അപ്പോൾ ഇന്ത്യ ആ സമയത്ത് ഒരു വലിയൊരു അഗ്രികൾച്ചർ എക്സ്പോർട്ടും അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിൻ്റെ ഇമ്പോർട്ടറും ആയിരുന്നു. ഡിപ്രഷൻ ഇന്ത്യൻ ട്രേഡിനെ അഫക്റ്റ് ചെയ്തു. ഇന്ത്യൻ എക്സ്പോർട്ടും ഇമ്പോർട്ടും 1928 മുതൽ 34 വരെ ഹാഫായി മാറുന്നുണ്ട്. ഇൻ്റർനാഷണൽ പ്രൈസസ് കുറയുന്നുണ്ട്. 1928 34 ഇടയ്ക്ക് വീറ്റ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വീറ്റിൻ്റെ പ്രൈസ് പകുതിയിലധികം താഴുന്നുണ്ട്. Peasants and farmers suffered more than the urban dwellers. Though agriculture prices fell sharply, the colonial government refused to reduce revenue demands. Peasants producing for the world market were the worst hit. അപ്പോൾ പെസൻസ് ഫാർമേഴ്സാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്. കാരണം ഈ അഗ്രികൾച്ചർ പ്രൈസ് താഴുന്നുണ്ടെങ്കിലും കൊളോണിയൽ ഗവൺമെൻറ് റവന്യൂ കുറയ്ക്കാൻ തയ്യാറല്ല. അപ്പോൾ വേൾഡ് മാർക്കറ്റിന് വേണ്ടി കൃഷി ചെയ്തവരൊക്കെ വലുതായിട്ട് ദുരിതം അനുഭവിക്കുകയാണ്. കൺസിഡർ ദ ജൂട്ട് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ബംഗാൾ. ദേ ഗ്രൂ റോ ജൂട്ട് ജസ്റ്റ് ദാറ്റ് വാസ് പ്രോസസ്ഡ് ബൈ ഇൻ ഫാക്ടറീസ് ഫോർ എക്സ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ഗണ്ണി ബാഗ്സ്. But as gunny exported collapsed, the price of raw jute crashed more than 60%. Peasants who borrowed in hope of better times or increased output in the hope of higher income faced ever lower prices and fell deeper and deeper into debt. Thus the Bengali jute growers lament. അപ്പോൾ ഇങ്ങനെ ജൂട്ട് കർഷകരൊക്കെ ബംഗാളിൽ ഈ ഗണ്ണി ബാഗ്സ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഈ ഗണ്ണി ബാഗ്സ് എക്സ്പോർട്ട് കൊളാപ്സ് ചെയ്ത വഴി പ്രൈസ് 60% താഴുന്നുണ്ട്. അങ്ങനെ നല്ല ഭാവി മുന്നിൽ കണ്ട് കടമെടുത്തവരൊക്കെ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വിൽക്കേണ്ടി വന്നു. അങ്ങനെ കടക്കെണിയിൽ വീണ്ടും അകപ്പെടുകയാണ്. Across India peasants, indebtedness increased. They used up their savings, mortgaged lands and sold whatever jewelry and precious metals they had to meet their expense. In these depression years, India became an exporter of precious metals, notably gold. The famous economist John Maynard Keynes thought that Indian gold exports promoted global economic recovery. They certainly helped speed up the British recovery, but did little for the Indian peasants. Rural India was thus linked to the unrest when Mahatma Gandhi launched the civil disobedience movement at the height of the depression in 1931. അപ്പോൾ ഇന്ത്യൻ പെസൻസ് എന്ത് ചെയ്യണം, അതിനുവേണ്ടി തങ്ങളുടെ ജുവലറിയും ലാൻഡും എല്ലാം നഷ്ടപ്പെടുത്തിയാലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഫേമസ് എക്കണോമിസ്റ്റായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് പറയുന്നുണ്ട് ഇന്ത്യൻ ഗോൾഡ് എക്സ്പോർട്സാണ് ഒരു ബ്രിട്ടനെ എക്കണോമിക് ക്രൈസിസ് രക്ഷപ്പെടുത്താൻ സഹായിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് മഹാത്മാഗാന്ധിജി വരുന്നത്. The depression proved less grim for urban India because of falling prices. Those with fixed incomes, say town-dwelling landowners who revived rents and middle-class salaried employees, now found themselves better off. Everything cost less. Industrial investments also grew as the India extended tariff protection to industries under the pressure of nationalist opinion. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിലെ സാധാരണ മിഡിൽ ക്ലാസ്സിലെ സാലറീഡ് എംപ്ലോയീസ് എന്ത് ചെയ്തു, എല്ലാവർക്കും അവർക്ക് പ്രൈസ് കുറച്ച് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ കുറച്ച് ബെറ്റർ
ആയിട്ട് വന്നു തുടങ്ങി. റീബിൽഡിങ് എ വേൾഡ് എക്കണോമി ദ പോസ്റ്റ് വാർ എറ. ഇനി വാറിന് ശേഷം എങ്ങനെയാണ് റീബിൽഡ് നടന്നതെന്നാണ് നോക്കുന്നത്. The Second World War broke out a mere 2 decades after the end of the First World War. It was fought between the Axis powers, mainly Nazi Germany, Japan and Italy, and the Allies, Britain, France and Soviet Union and the US. It was war waged for 6 years or on many fronts, in many places, over land, on sea, in the air. ഇപ്പോൾ എന്താണ് സെക്കൻഡ് വേൾഡ് വാർ 2 ഡെക്കേഡ്, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് 2 ഡെക്കേഡ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആക്സിസ് പവേഴ്സും അലൈസും. ആക്സിസ് പവേഴ്സ് വരുന്നത് നാസി ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. അലൈസ് ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ US. അപ്പോൾ ഈ 6 വർഷം നീണ്ടു നിന്നു. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ കരയിലും കടലിലും വായുവിലും നടേ ഈ യുദ്ധം നടന്നു. Once again death and destruction was enormous. At least 60 million people, or about 3% of the world's 1939 population, are believed to have been killed directly or indirectly as a result of the war. Millions more were injured. ഈ ഡെത്തും ഡിസ്ട്രക്ഷനും വളരെ കൂടുതലായിരുന്നു. 60 മില്യൺ ആൾക്കാർ, ഏകദേശം വേൾഡ് പോപ്പുലേഷൻ 1939 വേൾഡ് പോപ്പുലേഷൻ്റെ 3% ആൾക്കാർ മരണപ്പെട്ടു. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മരണപ്പെട്ടു. മില്യൺസ് ഓഫ് people and they injured ആയി. Unlike in earlier, most of this death took place outside the battlefield. Many more civilians than soldiers died from war-related causes. Vast part of Europe and Asia was devastated, and several cities were destroyed by aerial bombardment or relentless artillery attacks. The war caused an immense amount of economic devastation and social disruption. Reconstruction promised to be long and difficult. ഇതാണ് മറ്റുള്ള യുദ്ധങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് യുദ്ധങ്ങൾ പുറത്താണ് നടന്നത്, അതായത് ബാറ്റിൽ ഫീൽഡിന് പുറത്താണ് നടന്നത്. അതായത് കൂടുതൽ സാധാരണക്കാരാണ് മരിച്ചത്. യൂറോപ്പും ഏഷ്യയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒരുപാട് സിറ്റീസിൽ ഈ ബോംബിടലൊക്കെ ഉണ്ടായി. ആർട്ടിലറി അറ്റാക്ക് കാരണമൊക്കെ ഒരുപാട് സിറ്റീസ് നശിച്ചു. എക്കണോമിക് ഡിവാസ്റ്റേഷനും സോഷ്യൽ ഡിസ്ട്രപ്ഷനൊക്കെ ഉണ്ടായി. റീകൺസ്ട്രക്ഷൻ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് മാറി. Two crucial influences shaped post-war reconstruction. The first was the US emergence as the dominant economic, political and military power in the Western world. The second was the dominance of Soviet Union. It had made huge sacrifices to defeat Nazi Germany and transformed itself from a backward agricultural country into a world power. During the very year of the capitalist world was trapped in Great Depression. അപ്പോൾ എന്താണ് 2 ക്രൂഷ്യൽ ഇൻഫ്ലുവൻസ് ഈ പോസ്റ്റ് വാറിൻ്റെ റീകൺസ്ട്രക്ഷൻ ഷേപ്പ് ചെയ്തു. ആദ്യത്തെ US-ൻ്റെ എമർജൻസ്, ഡോമിനൻ്റ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി പവറായിട്ട് US-ൻ്റെ എമർജൻസ്. രണ്ടാമത്തെ എന്താണ് സോവിയറ്റ് യൂണിയൻ്റെ ഡോമിനൻസ്. ഇപ്പോൾ നാസി ജർമ്മനിയൊക്കെ തോൽപ്പിക്കുന്നതിൽ ഒരുപാട് സാക്രിഫൈസ് സോവിയറ്റ് യൂണിയൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേറ്റ് ഡിപ്രഷൻ്റെയൊക്കെ സമയത്ത് ഒരു ബാക്ക്വേർഡ് അഗ്രികൾച്ചർ കൺട്രി എന്ന ഒരു വേൾഡ് പവറിലേക്ക് ഉയരാൻ അവർക്ക് സാധിച്ചു. കാരണം ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയൊക്കെ ഗ്രേറ്റ് ഡിപ്രഷനായ സമയത്ത് ഉയരാൻ ആർക്ക് സാധിച്ചു? സോവിയറ്റ് യൂണിയന് സാധിച്ചു. പോസ്റ്റ് വാർ സെറ്റിൽമെൻറ്റ് ആൻഡ് ദ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Economists and politicians drew 2 key lessons from interwar economic experience. First, an industrial society based on mass production cannot be sustained without mass consumption. But to ensure mass consumption, there was a need of high and stable incomes. Incomes could not be stable if employment was unstable. Thus, stable incomes also required steady full employment. ഇപ്പോൾ എക്കണോമിസ്റ്റും പൊളിറ്റീഷ്യൻ തിരിച്ചറിയാണ്, ഈ വാർ എക്സ്പീരിയൻസ് വെച്ച് അവർ തിരിച്ചറിയാണ്, ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഇല്ല മാസ് പ്രൊഡക്ഷൻ സർവൈവ് ചെയ്യണമെങ്കിൽ വേണം, മാസ് കൺസപ്ഷൻ വേണം. മാസ് കൺസപ്ഷൻ വേണമെങ്കിൽ അവർക്ക് സ്റ്റേബിൾ ഇൻകം വേണം. സ്റ്റേബിൾ ഇൻകം വേണമെങ്കിൽ സ്റ്റഡി ഫുൾ എംപ്ലോയ്മെൻറ്റ് വേണം. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ആണ് ഏറ്റവും അത്യാവശ്യ കാര്യം. But markets alone could not guarantee full employment. Therefore, governments would have to step in to minimize fluctuations of prices, output and employment. Economic stability could be ensured only through the intervention of the government. അപ്പോൾ എന്താണ്, മാർക്കറ്റിന് മാത്രം ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് സ്റ്റെപ്പ് എടുക്കേണ്ടി വരും ഈ എംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻകം പ്രൈസ് ഫ്ലക്ച്വേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. The second lesson related to the country's economic links with the outside world. The goal of full employment could not probably be achieved if government had the power to control flow of goods, capital and labor. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് നൽകണമെങ്കിൽ ഗവൺമെൻറ് പവർ വേണം. ഇതിനെ ഫ്ലോ ഓഫ് ഗുഡ്സും ക്യാപിറ്റലും ലേബറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് പവർ വേണം. Thus, in brief, the main aim of the post-war international economic system was to preserve economic stability and full employment in the industrial world. Its framework was agreed upon at the United Nations Monetary and Financial Conference held in January 1944 at Bretton Woods in New Hampshire, USA. അപ്പോൾ എന്താണ്, ഒരു പോസ്റ്റ് വാർ ഇൻ്റർനാഷണൽ എക്കണോമിക് സിസ്റ്റം പ്രിസർവ് ചെയ്യാൻ എക്കണോമിക് സ്റ്റെബിലിറ്റി വേണമെന്ന്, ഫുൾ എംപ്ലോയ്മെൻറ്റ് വേണമെന്ന് തിരിച്ചറിഞ്ഞവർ ഒരു യുണൈറ്റഡ് നേഷൻസ് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ് നടത്തിയാണ് 1944 ജൂലൈയിൽ ബ്രെട്ടൺ വുഡ്സ് വെച്ച്, USA ന്യൂ ഹാംഷയറിലെ ബ്രെട്ടൺ വുഡ്സിൽ വെച്ച്. The Bretton Woods Conference established the International Monetary Fund to deal
with external surpluses and deficit of its member nations, the International Bank of Reconstruction and Development, popularly known as World Bank, was set up to finance post-war reconstruction. The IMF and World Bank referred to as a private Bretton Woods institution or sometimes as Bretton Woods twins. The post-war international economic system is also described as the Bretton Woods system. അങ്ങനെ ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് വഴി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സ്റ്റേണൽ സർപ്ലസും ഡെഫിസിറ്റ് മെമ്പർ നേഷൻസിൻ്റെ ഡെഫിസിറ്റ്സും ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിലവിൽ വന്നു. ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് വേൾഡ് ബാങ്ക് നിലവിൽ വന്നു റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ IMFും വേൾഡ് ബാങ്കും കൂടെ ചേർന്ന് അറിയപ്പെടുന്നതാണ് ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് ട്വിൻസ് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ, എക്കണോമിക് സിസ്റ്റത്തെ അറിയപ്പെടുന്നവരാണ് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം. The IMF and the World Bank commenced financial operation in 1947. Decision making in these institutions is controlled by Western industrial powers. The US has an effective right of veto over key IMF and World Bank decisions. ഇപ്പോൾ എന്താണ് 1947 IMF വേൾഡ് ബാങ്കും ഫിനാൻഷ്യൽ ഓപ്പറേഷൻ നടത്തുകയാണ്. അപ്പോൾ US-ന് ഒരുപാട് കൺട്രോളുണ്ട് ഈ IMFനും വേൾഡ് ബാങ്കിനും മുകളിൽ. ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഈസ് എ സിസ്റ്റം ഓഫ് ലിങ്കിങ് നാഷണൽ കറൻസീസ് ആൻഡ് മോണിറ്ററി സിസ്റ്റം. ദ ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം was based on fixed exchange rates. In system, national currencies, for example an Indian rupee, was pegged to the dollar and fixed exchange rate. The dollar itself was anchored to gold at a fixed price of 35 per ounce of gold. ഇപ്പോൾ എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് എത്ര ഡോളർ, അല്ല ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ റുപ്പി കിട്ടും, അല്ലെങ്കിൽ ഒരു ഡോളർ എത്ര ഡോളർ വേണം ഒരു ഔൺസ് ഓഫ് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് വെച്ചൊക്കെയാണ്. The early post-war years, the Bretton Woods system inaugurated an era of unprecedented growth of trade and incomes for the Western industrial nations and Japan. World trade grew annually at over 8% between 1950s and 1970s, and incomes at nearly 5%. And the growth was also mostly stable without large fluctuations. For much of this period, the unemployment rate, for example, averaged less than 5% of the industrial countries. അങ്ങനെ ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം ഇനാഗ്രേറ്റ് ചെയ്ത വഴി വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ നേഷൻസിലും ജപ്പാനും ഒക്കെ ഇന്നൊരു ഗ്രോത്ത് ഉണ്ടാകും, ട്രേഡ് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഗ്രോ ആനുവലി അറ്റ് ഓവർ 8% ബിറ്റ്വീൻ 1950 and 70. അപ്പോൾ 1950 70 ഇടയ്ക്ക് 1950 8%, 70 എന്താണ് 5% ഗ്രോത്ത് ഉണ്ടായി. ഇപ്പോൾ ഈ ഗ്രോത്ത് സ്റ്റേബിളായിരുന്നു, വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലാതെ സ്റ്റേബിളായിട്ട് മാറി. These decades also saw the worldwide spread of technology and enterprise. Developing countries were in a hurry to catch up with the advanced industrial countries. Therefore, invested vast amount of capital importing industrial plant and equipment featuring modern technology. സമയത്ത് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ എന്താണ് ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നു. Decolonization and independence. When the Second World War ended, large parts of the country were still under European colonial rule. Over the next two decades, most colonies in Asia and Africa emerged as free, independent nations. They were, however, overburdened with poverty and lack of resources, and their economies and societies were handicapped by long period of colonial rule. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്യൻ കോളനിയിലെ പവറിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു. ഏഷ്യയിലും ആഫ്രിക്കയിലെ ഒരുപാട് രാജ്യങ്ങൾ ഫ്രീ ആയി. അപ്പോൾ പക്ഷേ ഇവർ ഇപ്പോഴും പോവർട്ടിയിലായിരുന്നു, അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിസോഴ്സ് കാരണമായിരുന്നു. ഇത്രയും വർഷത്തെ കൊളോണിയൽ റൂളിൻ്റെ ഒരു ഭാരം ഇവരുടെ മുകളിലുണ്ടായിരുന്നു. The IMF and the World Bank were designed to meet financial needs of the industrial countries. They were not equipped to cope with the challenge of poverty and lack of development in the former colonies. But as Europe and Japan rapidly rebuilt their economies, they grew less dependent on the IMF and the World Bank. Thus, from the late 1950s, Bretton Woods institution began to shift their attention more towards developing countries. അങ്ങനെ IMF വേൾഡ് ബാങ്ക് ഇൻഡസ്ട്രിയൽ കൺട്രീസിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പോവർട്ടിയോ ലാക്ക് ഓഫ് ഡെവലപ്മെൻറ്റോ അവർക്ക് മാറ്റാൻ കഴിയുന്നില്ല. അങ്ങനെ യൂറോപ്പും ജപ്പാനും ഒക്കെ അവരുടെ ഇക്കണോമി റീബിൽഡ് ചെയ്തതിന് ശേഷം ഇവരുടെ ശ്രദ്ധ അതിലേക്ക് മാറി, ഈ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് മാറി. ആസ് കോളനീസ് മെനി ഓഫ് ദ less developed regions of the world had been part of Western empires. Now, ironically, in newly independent countries facing urgent pressures to lift their population out of poverty, they came under the guidelines of international agencies dominated by the former colonial power. Even after many years of decolonization, the former colonial power still controlled vital resources such as minerals and land in many of their former colonies. അപ്പോൾ അങ്ങനെയാണ് കോളനീസ് ലെസ് ഡെവലപ്ഡ് റീജിയൻസ്, അല്ലെങ്കിൽ വെസ്റ്റേൺ എംപയേഴ്സിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ലെസ് ഡെവലപ്ഡ് റീജിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവരെ
അർജൻറ്റ് പ്രഷറിലായി ഈ പോപ്പുലേഷനെ പോവർട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഈ കോളനൈസേഷൻ കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും ഈ കൊളോണിയൽ പവർ തന്നെ ഇവരുടെ ഒരു വൈറ്റൽ റിസോഴ്സും അല്ലെങ്കിൽ ലാൻഡും ഒക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ലാർജ് കോർപ്പറേഷൻസ് ഓഫ് അതർ പവർഫുൾ കൺട്രീസ്, for example, US also managed to secure rights to exploit developing countries' natural resources very cheaply. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത കൺട്രീസായ US-ഉം അവരെ ഇങ്ങനെ എന്താണ് വെരി ചീപ്പായിട്ട് ഇങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. At the same time, most developing countries did not benefit from the fast growth of Western economies experienced in the 1950s and 60s. Therefore, they organized themselves as groups, a group of 77, G77, to demand new international economic order. But by the NEO, they meant a system that would give the real control over their natural resources, more development assistance, fairer price of natural raw material, and better access for their manufactured goods and developed countries market. അങ്ങനെ 1950 60 എക്കണോമിക് ഗ്രോത്ത് ഒന്നും ഇവരെ സഹായിച്ചില്ല. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് 77 G77 സ്ഥാപിക്കുകയാണ്. അങ്ങനെ പല ഓർഗനൈസേഷൻ ഈ ഗ്രൂപ്പുകളെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ അവർക്ക് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ NIEO വേണം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ബെറ്റർ അസസ് വേണമെന്നൊക്കെ ഉള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. എൻഡ് ഓഫ് ദ ബ്രെട്ടൺ വുഡ് ആൻഡ് ബിഗിനിങ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ. Despite years of stable and rapid growth, not all as well in the post-war world. From the 1960s, the rising cost of its overseas involvements weakened the US finance and competitive strength. The US dollar no longer command confidence in the world's principal currency. It could not maintain its value in relation to gold. This eventually led to the collapse of the system of fixed exchange rates and erosion of the floating exchange rates. അങ്ങനെ 1960 കഴിഞ്ഞപ്പോൾ US പിടിച്ചിരിക്കാൻ പറ്റില്ല, ഫിനാൻസും അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്തും നഷ്ടപ്പെട്ടു. അങ്ങനെ US ഡോളറിനൊരു കമാൻഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ വേൾഡ് പ്രിൻസിപ്പൽ കറൻസി ആയിട്ടൊന്നും ഒരു കമാൻഡ് കിട്ടിയില്ല. അതിൻ്റെ റിലേഷൻ ഗോൾഡുമായിട്ടുള്ളൊക്കെ റിലേഷനൊക്കെ ഇടിഞ്ഞു. അങ്ങനെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ നിന്നും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറി. From the mid-1970s, the international financial system also changed in important ways. Earlier developing countries could turn to international institution for loan and development assistance, but now as they forced to borrow from Western commercial banks and private leading institutions, this led to the periodic debt crisis of the developing world and lower incomes and increased poverty, especially in Africa and Latin America. അങ്ങനെ 1970 ശേഷം ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ സിസ്റ്റം ചേഞ്ച് ആയി. അതായത് അതുവരെ അവർ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ മേടിച്ചിരുന്നവർ എന്ത് ചെയ്തു, വെസ്റ്റേൺ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും പ്രൈവറ്റ് ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ മേടിക്കാൻ ബാധ്യസ്ഥരായി. അങ്ങനെ ആ ഡെവലപ്പിംഗ് വേൾഡിൽ ഒരുപാട് ഡെപ്റ്റ് ഉണ്ടാവുകയും പോവർട്ടിയും ഇൻകം കുറയുകയും പോവർട്ടി കൂടുകയും ചെയ്തു, എസ്പെഷ്യലി ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും. The industrial world was also hit by unemployment that began rising from the mid of 1970s and remained high until the early 1990s. From the 1970s, MNC also began to shift production and operation to low-wage Asian countries. അങ്ങനെ 1970-കളിൽ തുടങ്ങിയ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് 1990 വരെ നീണ്ടു. 1970-കളിൽ MNCs മൾട്ടിനാഷണൽ കമ്പനീസ് എന്ത് ചെയ്യാണ്, ഈ അവരുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യാണ്, ലോ വേജ് ഏഷ്യൻ കൺട്രീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ചൈന ഹാഡ് ബീൻ കട്ട് ഓഫ് from the first World War economics since its revolution in 1949, but new economic policy in China and the collapse of the Soviet Union and Soviet-style communism in the Eastern Europe brought many countries back into the fold of the world economy. അങ്ങനെ ചൈന ഈ പോസ്റ്റ് വേൾഡ് വാർ എക്കണോമിയിൽ നിന്ന് കട്ട് ഓഫ് ആയിരുന്നു 1949 മുതൽ. പക്ഷേ ഈ എക്കണോമിക് പോളിസി, ചൈനയിലെ എക്കണോമിക് പോളിസിയും പുതിയ എക്കണോമിക് പോളിസിയും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും സോവിയറ്റ് സ്റ്റൈൽ കമ്മ്യൂണിസം ത്തിൻ്റെയൊക്കെ ഈസ്റ്റേൺ യൂറോപ്പിലെ തകർച്ചയെ കാരണം വേൾഡ് എക്കണോമിക്ക് പുതിയ മാറ്റങ്ങളുണ്ടായി. വേജസ് വെർ relatively low in countries like China, thus they became attractive destination for investment by foreign MNCs and competing to capture world markets. Have you noticed that the most of the TVs, mobile phones and toys we see in the shops seen to be made in China? This is because the low cost structure of the Chinese economy, most importantly its low wages. അങ്ങനെ ചൈനയിൽ എക്കണോമി അല്ലെങ്കിൽ ഈ വേജസ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ ഇത് MNCക്ക് ഒരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനായി ചൈനീസ് മാറി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ടി വിയിലായാലും മൊബൈൽ ഫോണിലായാലും ടോയ്സിലായാലും ബേക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ. അത് ഇവരുടെ ഈ ലോ വേജ് കാരണമാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ദ റീലൊക്കേഷൻ ഓഫ് ദ ഇൻഡസ്ട്രി ടു ലോ വേജ് കൺട്രീസ് stimulated world trade and capital flows. In the last 2 decades, the world economic geography has been transformed as countries such as India, China and Brazil have undergone rapid economic transformation. ഇപ്പോൾ 2 ഡെക്കേഡിനും ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 ഡെക്കേഡിൽ ഈ ചൈനയും ഇന്ത്യയും ബ്രസീലും പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് വലിയ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറുന്ന ഈ ഒരു വേൾഡ് എക്കണോമിയുടെ ഒരു എക്സാമ്പിളാണ്.